ഇന്നലെ പറച്ചിൽ തുടങ്ങിയാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് ഇന്നലെ ആ സ്ഥലത്തേക്ക് പോവണ്ടാ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ലേശം റെസ്റ്റ് എടുത്ത് നേരെ ഞങ്ങൾ പോവാണ്. അപ്പൊ ആ സ്ഥലം എവിടെ നമ്മളോ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ രണ്ടാം പെരുന്നാളിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചക്കക്കൂട്ടാനാണ് അമ്മ. പിന്നെ നമ്മുടെ വോഗഹാന്റെ പോത്തിറച്ചി, രാവിലത്തെ കുറച്ച് ചിക്കൻ കറി, പുളിഞ്ചാറാണ്, കർമ്മത്തിക്കറിയാണ്, അതായത് നമ്മുടെ ഓമക്കായ കർമ്മത്തിക്കറി, സാദാ ചോറ്, ഓക്കെ. ബീഫ് ഫ്രൈ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ചക്കക്കൂട്ടാൻ ഉമ്മ അധികമായിട്ട് ഫുഡുകളൊന്നും ഉമ്മ കഴിക്കൂല. അപ്പം ഉമ്മക്ക് ചക്കക്കൂട്ടാൻ ഉണ്ടായ പിന്നെ വേറെ ഐറ്റംസ് ഒന്നും വേണ്ട അല്ലമ്മ? ചക്കക്കൂട്ടാനും കഞ്ഞി ഉണ്ടായ വേറെ ഒന്നും വേണ്ട. അപ്പം ഉമ്മ ചക്കക്കൂട്ടാനും കഞ്ഞിയാണ് നമ്മുടെ പഴയ നമ്മളത്തെ പണ്ടത്തെ കാലത്തെ കുഴിമന്തി ഇല്ല. അപ്പൊ നമ്മൾ ഇരിക്കുന്നാല് കുട്ടിമ്മ സ്റ്റാർട്ട് ചെയ്തോ, തിന്നോളി. പൊന്നോട്ടിരുന്ന വാ, പൊന്തിച്ചാണ് ഇഷ്ടമുള്ള എടുത്തോ. അപ്പൊ രണ്ടാം പെരുന്നാളിന്റെ ഫുഡ് കഴിക്കണേ. എങ്ങനെ പൊന്നിനെ ഇറച്ചിട്ട് കൊടുക്കുകയും. അപ്പൊ ഇമ്മ നേരത്തെ പറഞ്ഞ മാതിരി ചക്കക്കൂട്ടാനും കഞ്ഞിയാണ്. അപ്പൊ നമ്മളെല്ലാരും ഈ ചക്കക്കൂട്ടാനും കഞ്ഞിയൊക്കെ കുടിക്കാത്തോണ്ടാണ്. പഴയ കാലത്ത് ഇതൊക്കെ കുടിച്ചു വരുന്നത് അല്ലേ, വണ്ടി പോലെ നടക്കുന്നുണ്ട്. പഴയ കാലത്ത് ഇപ്പോഴും ഒക്കെ ഇപ്പൊ ആൾക്കാര് ഇതൊന്നും പറ്റൂല. ഇപ്പത്തെ ഇപ്പൊ തൊടുകളും മരങ്ങളൊക്കെ പോയില്ലേ. ഇപ്പൊ ചക്കക്കല്ല ആവശ്യം എല്ലാവർക്കും. തുടങ്ങിയപ്പോഴാണ് ചോറും ചാറും ആക്കിയത്, കഞ്ഞിയും കൂട്ടാനും ആക്കാതെ. അന്ന് കഞ്ഞിയും കൂട്ടാനുമാണ് വലുത്. ഒരു പെരട്ടുന്നൊക്കെ ചക്കയും കഞ്ഞിയാണ്. പിന്നെ കൂട്ടാനാണ് തോന്നുന്നുണ്ടായതുകൊണ്ട് ചക്ക കൂട്ടാൻ ആവശ്യമില്ല. കറി വെച്ചേറ്റാ പുളിഞ്ചാറ്. പിന്നെ എന്താണ് വെച്ചാല് കറി. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങളെ കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ചെറിയൊരു പരിപാടിന്റെ സ്ഥലം വരെ പോകുന്നുണ്ട്. അന്ന് നമ്മളെ ഉമ്മ ഉണ്ട് ഫുഡ് കഴിക്കാൻ നമ്മളെ കൂടെ. അത് അമ്മ ഇവിടെ ഉണ്ടിട്ടാ, അമ്മ ഭക്ഷണം കഴിക്കണേ. അപ്പൊ ഉമ്മക്ക് നമ്മുടെ ഇപ്പത്തെ കുഴിമന്തി, നമ്മുടെ 90-ലെ കുഴിമന്തി ആയിരുന്നു നമ്മുടെ ചക്കക്കൂട്ടാനാണ് എന്താ സ്പെഷ്യൽ. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂട്ടാനും കഞ്ഞിയാണ് ഉമ്മ കഴിക്കണേ. എല്ലാ ഭക്ഷണവും കഴിക്കില്ല, ചക്കയാണ്. പണ്ടത്തെ കുഴിമന്തി ചക്കയാണ്. ചക്ക ഇറച്ചി, അതെ, ഇറച്ചിയും കൂടി ഭയങ്കര ടേസ്റ്റാണ്, ബീഫും കൂടി പെരും ടേസ്റ്റ്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മളെ വോഗഹാന്റെ ഇറച്ചിയാണ്, അടിപൊളി ബീഫ് ഫ്രൈ. അതെ അതെ, അത് കൊടുത്തം വിടും. ഇന്നലെ കൊണ്ടല്ലേ പേര് കേൾക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോ ഇന്ന് പുളിഞ്ചാറ്, ഇറച്ചി പൊരിച്ചത്, ബീഫ് ഫ്രൈ, ചക്കക്കൂട്ടാന് ഇല്ല നമ്മള് ചക്കക്കൂട്ടാന്, ഇറച്ചി പൊരിച്ചത്, പുളിഞ്ചാറ്. ഇന്നാണ് ശരിക്കും ഒറിജിനൽ പെരുന്നാള്. ചക്കക്കൂട്ടാനും കഞ്ഞിയും പുളിച്ചാറും പെരുന്നാക്കും പെരുന്നാക്ക് ആദ്യം വെച്ചു വെക്കും ചേർ. അപ്പൊ പണ്ടത്തെ ഉമ്മാന്റെ ആ ഒരു കാലത്ത് ഇപ്പൊ ചെറുപ്പത്തില് മുന്നേ തന്നെ വെച്ചേക്കും. എന്ത് പുളിഞ്ചാറ് ഒരു 4 ദിവസം മുമ്പേ വെച്ചേക്കും. പിന്നെ ചക്കക്കൂട്ടാനൊക്കെ അന്നത്തെ സ്പെഷ്യൽ പുളിഞ്ചാറങ്ങനെ ഇങ്ങനെ രസം വെക്കും, വലിയ കഴുത്തിലാണ്ട് വെക്കും. അപ്പൊ ഞങ്ങള് കഴിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസുകൾ. ഇത് കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ പോവാണ്, ബാക്കിയൊക്കെ അങ്ങ് പറഞ്ഞു തരട്ടാ. നമ്മളോ അപ്പൊ പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടാ. പിന്നെ വേറെ എന്താ പറയണ്ട, ഒന്നും പറയല്ല, കുറച്ച് വെള്ളം കിട്ടിയാൽ മതി. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ആകാത്തായാലും എന്തായാലും ഇങ്ങോട്ട് കമന്റ് ചെയ്തോളി. നിങ്ങൾ കമന്റ്. ഇന്നലെ പറച്ചിൽ തുടങ്ങിയാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് ഇന്നലെ ആ സ്ഥലത്തേക്ക് പോവണ്ടാ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ലേശം റെസ്റ്റ് എടുത്ത് നേരെ ഞങ്ങൾ പോവാണ്. അപ്പൊ ആ സ്ഥലം എവിടെ നമ്മളോ? ആ സ്ഥലങ്ങളെ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലമാണ്. അല്ല, ഇടക്കൊക്കെ കാണും. ഇടക്കിടക്ക് കാണും. അതിന് നമുക്ക് ആകെ പെട്ടെന്ന് പോകാൻ പറ്റിയത്
താത്താന്റെ അതിനെക്കാട്ടി എടുത്ത് പോകാനുണ്ട് കേട്ടോ, പോയിട്ടില്ല. പോയിട്ടില്ല. ഇത് കാണുമ്പോ താത്തറ ഇന്റെ അടുത്തേക്ക് എടുത്ത് അതല്ലോ അത് ശരിയാണ് പെരുന്നാക്ക് പോയിക്കണം. അവിടുന്ന് പെരുന്നാളത്ത് കഴിഞ്ഞിട്ട് നേരെ പോയി. പിന്നെന്താ വെച്ചാല് ഉമ്മ ഉണ്ട് അവിടെ ബാക്കിൽ നിങ്ങൾ കണ്ടില്ല. ഉമ്മ ഞങ്ങൾ കൊറേ നോക്കി ഉമ്മാനെ ഇവിടെ ഇരുത്താനേ. ഉമ്മ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ ആണ്ടാണെങ്കിൽ ഉമ്മ അവിടെ ബാക്ക് പോയിരുന്നിക്കണേ കേട്ടോ. ഞാൻ ഒന്ന് ഔത്തുനിന്ന് ഇറങ്ങി വന്നപ്പോ അവിടെ ബാക്കി ഞാൻ അതിനൊപ്പം കൊറേ പറഞ്ഞിക്കണേ കേട്ടില്ല. ഞാനൊന്ന് പോയി എന്നപ്പോ അപ്പൊ ഉമ്മ ഞങ്ങളെ കൂടി പെരുന്നാളായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ പെരുന്നാൾക്കൊന്ന് എല്ലാരും കൂടി ഒരുമിച്ച് പുറത്തിറങ്ങിയത്. എവിടേക്ക് പോയി എന്നപ്പോ ആ ഒരു കളിയൊക്കെ ഒരു കോമഡിയാണ്. അതൊരു ഉമ്മ ഇല്ല, അതൊരു ഉമ്മ ഉമ്രക്ക് പോയിട്ടേ തിരിച്ചു വന്നപ്പോക്കിനെ ഒരു ചെരങ്ങല്ലേ, ചെരങ്ങ വള്ളിമ്മ കെട്ടി പോയതേന്ന്. തിരിച്ചു വന്നപ്പോക്കിനെ ചെരങ്ങ കായ്ച്ചുകാണ്ട് അതിന്റെ എന്താണ് ഒരു ആ വലന്റെ ഉള്ളിൽ കൂടി ഒക്കെ 2 ഭാഗം ഇക്കണേ. അപ്പൊ ആ ഇമ്മ കോമഡി ഒക്കെ പറഞ്ഞേ, പടച്ചോനെ എത്താപ്പത് കഥ, ഞാനൊന്ന് പോയി എന്നാ പോകിനോ നോക്കാണ് നിങ്ങള് കണ്ട് അതാണ്ട് റീലാക്കിക്കാണ്ട് വൈറലാക്കിയത് അതാണ്. അപ്പൊ അതിനെ കളിയാക്കിയാണ് എല്ലാരും പറയത്. സത്യാണ്. ആ സത്യാണ്. അവന്റെ ഡ്രസ് എങ്ങനെയുണ്ട് പറയാൻ വേണ്ടിട്ട് കമന്റ് ചെയ്യണ്ടിട്ടാ. സൂപ്പർ ഭംഗി. അപ്പൊ എങ്ങനാലും അന്റെ ഡ്രസ്സിന്റെ കാര്യം പറയണ്ട മോളോ, അന്നെ പോലെ തന്നെ നല്ല രസമുണ്ട്. ഇന്നലത്തെ വീഡിയോയില് ഒരു കമന്റ് ചെയ്യൂല, വെറുതെ പറയണത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യും അല്ലേ? ഇഷ്ടപ്പെടാത്തോലാണ് വീഡിയോ കാണുന്നത്, അതുകൊണ്ട് കമന്റ് ചെയ്യൂല. ഇഷ്ടമുള്ളപോലെ നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. സ്ഥിരമായിട്ട് നമുക്ക് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇല്ല മോനോ? താത്താന്റെ വീട്ടിലേക്ക് പോവണേ പറപ്പൂത്തടത്തേക്ക്. അപ്പൊ അവരോട് താത്താട് പറഞ്ഞിട്ടൊന്നുമില്ല, ബാക്കിയൊക്കെ വിശ്വാസത്തിലാണ് പോണത്. പാവാണ് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി ബുദ്ധിമുട്ടാക്കണ്ട. പിന്നെ നമ്മള് പോകുമ്പോ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോവും, കടിയായിട്ടാണ് പോവും. അല്ല പറഞ്ഞ ഓല അവിടുന്ന് മുങ്ങും ചുട്ടല്ലോ. അല്ലല്ല അങ്ങനൊന്നും ചെയ്യൂല. അപ്പൊ ബാക്കി വിവരങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. അവിടെ എത്താനായിട്ടുണ്ട്. ഇറങ്ങാമ്മ എന്നാ കുട്ടികൾ തുറന്നു കൊടുക്കണോ ഇപ്പുറത്ത് മോനൊക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഉമ്മ നോക്കി ഇറങ്ങിട്ടാ, പൊന്നുപ്പ് ഇറങ്ങണ്ട. ഇറങ്ങിയില്ല. ആ കവറെടുത്താണോ ആളോ മോനോ എടുത്തോ. ഇമ്മ നോക്കണ മനസ്സിലായിട്ടില്ല. ഇജോടെ എടുത്തോ, നോക്കി ശ്രദ്ധിച്ചുണ്ടായിക്കോട്ടാ. ആ തറാതാ അവിടെ ഈ സ്ഥലം ഞാൻ പിടിച്ചോളാം. അല്ലല്ല എന്നെ നല്ല വിൽക്കാൻ പോവും. കുട്ടിമാൻ നിർത്താൻ പോയില്ലോണ്ടി. ഇതാണ് കേട്ടോ, മുമ്പ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ചെറിയ പെങ്ങളെ വീട്ടിട്ടാ. ബിഗല്ലേ എങ്ങനെ പോരെ മോനെ, മമ്മനെ കൈ ഓടിച്ചിട്ടാ മോനോ. എന്നാ വരും. ഇതാണ് മോനിട്ടാ. മോനെന്ന് വെച്ചാല് ചെറിയ താത്താന്റെ ചെറിയ പെങ്ങളെ മൂത്ത മോന്. അല്ല താത്ത വൈരത്തൂരുണ്ട്. ഏടാ ഇന്ന് ബർത്ത്ഡേ ആണ്. ഇന്ന് നോക്ക. ഹാപ്പി ബർത്ത്ഡേ. വരും ഏടാ ഇജ്ജ് എടുക്കോ ഇന്ന് ബർത്ത്ഡേ ആയിട്ടോ? എന്താ അങ്ങനെ കേക്ക് അങ്ങനോ വാങ്ങിയാ? ഞങ്ങള് പ്രതീക്ഷിക്കാതെ വന്നപ്പോ ഇവിടെ ചെറിയ ഒരു ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേ അല്ലേ? അല്ലേ
അപ്പൊ ചെറിയൊരു കേക്കൊക്കെ ഇവര് മുറിച്ച് ഇതാ കേക്ക് ഇതാ അളയെങ്കിൽ ഇതാ കേക്ക് കഴിക്കണം എല്ലാവരും. ഇതാ നിച്ചോടെ പൂസനെ ഫുള്ള് ഇതാ അപ്പൊ ഓനോട് ബർത്ത്ഡേ പറഞ്ഞ വിഷയം ഇതാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ ഭയങ്കര തള്ളല്ലാണ്, ഭയങ്കര തള്ളല്ലാണ്. ഞങ്ങള് താത്താക്ക് വന്നപ്പോ വെയ്യ, പനിയൊക്കെയാണ്. ഞാനും വളരെയും കൂടി ഒമാനത്തെ പോയ സ്റ്റോറി പറയണേ. ഇതാ മുത്തുമോളുണ്ട് ഇവിടെ. ഇത് താത്താന്റെ മോള് കേട്ടാ. പിന്നെ നീ ചാടിച്ചാല് നമ്മള് മുണ്ടാതെ വന്നോണ്ടേ പാവാണ്. ഞങ്ങള് മോന് സമൂസ ഇതൊക്കെ വാങ്ങിക്കൊടുന്നു. നീച്ചി മോനെ കാണിച്ചോളെ മൂത്ത മോനെ ആ ബുള്ളറ്റ് കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഇതൊക്കെ ഒപ്പിച്ചിരിക്കുന്നതാണ്. സമൂസ ആയിട്ടും പഴംപൊരി ആയിട്ടും ഒക്കെ ഒപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാകാൻ വന്ന പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഒപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മളെ സ്ഥിരം കട്ടഞ്ചായല്ലേ, സ്ഥിരം കട്ടഞ്ചായല്ലേ. അപ്പൊ ഞങ്ങള് അലേക അപ്പൊ ഞങ്ങൾ ചായ കുടിക്കണെന്ന് വേഗം പോവാണ്. ഉമ്മോടെ മാള് പൊരിക്കടിയൊന്നും തിന്നലില്ല. ഒന്നോ രണ്ടോ തിന്നു, അതിലാറ് തിന്നൂല. ഒന്നാ ഇവനോടെ മോനോടെ ഓൻ പോരില്ലല്ലോ. അളേക വരി വരി. അല്ലല്ല നിങ്ങൾ വരും, ഇവിടെ സാധനം എല്ലാവർക്കും കൊടുത്തേ വരും. വരി 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 ചാടിച്ചോണ്ട് വരി. അഞ്ചു കൊല്ലായി ഇവിടെ ആയിക്ക് എത്ര എന്തോ പറഞ്ഞു. 5 കൊല്ലം കേട്ടേക്കാ എനിക്കറിയില്ല. അപ്പൊ ഉമ്മ അവിടെ നിന്ന് ഉമ്മക്ക് അവിടെ നിൽക്കാനൊരാഗ്രഹം. ഉമ്മ പൊതുവേ ഡ്രസ്സ് എടുത്തിന്ന് പോകുമ്പോ തന്നെ അപ്പൊ ഡ്രസ്സൊക്കെ എടുത്ത് ഉമ്മ അവിടെ നിന്നിക്കണേ. പിന്നെ ഗുളികയും മരുന്നൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഗുളികയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്, ഇൻഷാല്ലാ വീട്ടിലേക്ക് പോവാണ്. വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ 2ാം പെരുന്നാൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുകൂടി അല്ലേ? അൽഹംദുലില്ലാ. ഞങ്ങൾ മുത്തു നിൽക്കുന്ന അവരൊക്കെ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടാണ് ഇനി മോൻ ഇന്ന് പോകുന്നത്. നാളെ കാലത്ത് പോകും. അതെ ആ. അപ്പൊ നിങ്ങളെ പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കൊണ്ട് കമന്റിലൂടെ അല്ലേ? അപ്പൊ ഈ വീഡിയോ മുത്തുവിന് പെരുന്നാള് കൂടി രാത്രി പോയും ചെയ്തു. അവിടെ ലീവില്ല. ലീവ് പെരുന്നാളിന്റെ തലേന്ന് ലീവ് എടുത്ത് ഗവൺമെന്റിന്റെ ലീവ് അല്ലേ? പെരുന്നാളിന്റെ തലേന്നും പെരുന്നാൾ 2 ദിവസം ലീവ് ഉണ്ട്. ആ ലീവ് കിട്ടി. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പോലെ ആ ടൂറിനും ആ നടത്തത്തിനൊന്നും അടിച്ചു വലിച്ചാലുള്ള ലീവ് കിട്ടിയില്ല. ചാടിച്ചാൻ പോകാനൊന്നും പറ്റിയില്ല. ഏതായാലും കുഴപ്പമില്ല. ഏതായാലും പോയി നിലയിലെത്തട്ടെ. എല്ലാരും പ്രാർത്ഥിക്കോണ്ടേ. അതാണ് എല്ലാരും പ്രാർത്ഥിക്കോണ്ടേ. നല്ല നില 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ നമ്മള് പോവാണ്. എന്താ പറയാ, ഒരു ഷവായന്റെ കടയിലാണ് അല്ലേ? ടി എന്ന് പറയുന്ന ആ ഷോപ്പിലാണ് ഷവർമ സവായൊക്കെ ഉള്ള ഷോപ്പിലാണ്. അതിന്റെ ബ്രാഞ്ച് ഉണ്ട് ആലുവ. അവിടെയാണുള്ളത്. മോന്റേതാണ് അവരൊക്കെയാണ്. ഏതായാലും അവിടേക്ക് പോയി മോൻ കൊണ്ടുപോയതാണ്. വിസെടുത്തവനല്ലാണ്. അതെ അവനെ വിസെടുത്ത്. അവിടെ എടുത്തിരുന്ന പണി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓനോട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്നായിക്കോട്ടെ എന്റെ അടുത്തേക്ക് പോന്നോട്ടെ. വിസക്ക് പൈസ ഒന്നും വേണ്ട. അങ്ങനെ ഏതായാലും പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല സുഖം. അൽഹംദുലില്ലാ ഖൈറാണ്, സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങള് താത്താൻ്റെ അടുത്ത് പോകുന്നു. താത്താക്ക് സുഖമില്ല, പനിയും കാര്യങ്ങളൊക്കെ ഒരു സുഖമില്ല. വീട്ടിലേക്ക് പോവണേ. വീട്ടിൽ പോവണേ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. അഭിപ്രായമൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. നല്ലതായാലും ആകാത്തവർ ഇങ്ങോട്ട് പോറ്റ കമന്റ്. നമ്മളെ പഴയ കമന്റുകാരൊന്നും ഇപ്പൊ കാണില്ല. ഇങ്ങോട്ട് വരും. ഒരുപാട് ആൾക്കാർ കമന്റ് എല്ലാരും കമന്റ് ചെയ്യൂണ്ടി. ഇൻഷാ അല്ലാ. അപ്പൊ നാളെ നല്ല അടിപൊളി വീഡിയോ വരാണ്ടിട്ട് എല്ലാരും കാണണട്ടാ. ഞെട്ടിന് വീഡിയോ വരാണ്ട് ഇൻഷാ അല്ലാ.
അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരും. എല്ലാവർക്കും നാളത്തെ വീഡിയോ സർപ്രൈസ് ആണ് കേട്ടാ.